ഹായ് ഗൈസ്, ഇന്ന് മോട്ടോറിസം എന്ന നമ്മുടെ യൂസ്ഡ് വെഹിക്കിൾസിൽ ഒരു കിഡിലൻ ഓഫറുമായിട്ടാണ് ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത്. 8 വാഹനങ്ങളുണ്ട്. 8 വാഹനങ്ങളും ഇന്ന് കേരളത്തിൽ അവൈലബിൾ ആയിട്ട് കിട്ടാത്ത റേറ്റിലാണ് നമ്മൾ വിൽക്കാൻ പോകുന്നത്. ഈ ഒരു വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണാം. വാഹനത്തിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് വീഡിയോയിലുണ്ടാവും. അതുപോലെ തന്നെ ഈ ഒരു ഓഫർ പ്രൈസ്, പരിമിത സമയത്തേക്കുള്ള ഈ ഒരു ഓഫർ പ്രൈസ് നിങ്ങളെ നെട്ടിക്കുന്ന ഒരു പ്രൈസ് ആയിരിക്കും നമ്മളിവിടെ എന്ന് പറയാൻ പോകുന്നത്. തീർച്ചയായും വീഡിയോ മുഴുവനായിട്ട് കാണാം. ഓഡി, ബെൻസ്, BM ഇതൊക്കെ ഓരോ കാറ്റഗറി പ്രീമിയം വെഹിക്കിൾസ് ഓരോരുത്തരുടെ ആഗ്രഹങ്ങൾക്കനുസരിച്ച്, പ്ലാൻ അനുസരിച്ച്, സ്വപ്നങ്ങളനുസരിച്ചൊക്കെ വാങ്ങുന്ന വാഹനങ്ങളാണ്. അപ്പോൾ ഇന്ന് നമ്മളിവിടെ പരിചയപ്പെടുത്തുന്നത് ഒരു ഓഡി A4 S-Line 2014 രജിസ്ട്രേഷൻ വാഹനമാണ്. ഇത് ഡൽഹി രജിസ്ട്രേഷനിലായിരുന്നു ഉണ്ടായിരുന്നത്. ഇതിപ്പോൾ കൊണ്ടോട്ടി RTOയിൽ ഇവിടെ നമ്മൾ രജിസ്ട്രേഷൻ കഴിഞ്ഞിട്ടുണ്ട്. ഫാൻസി നമ്പറാണ് എടുത്തിട്ടുള്ളത്, 1500. അപ്പോൾ ഈ ഒരു വാഹനം ഇതിന് ഇപ്പം നിലവിൽ ഒരു കണ്ടീഷനും കുറവില്ല. എല്ലാ ഫങ്ഷൻസും വർക്കിംഗ് ആണ്. ഇതിലാകെ ഒരു ഇതിൽ റീപ്ലേസ്മെൻ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ മെയിൻ ഗ്ലാസ് മാത്രമാണ് റീപ്ലേസ്മെൻ്റ് ഉള്ളൂ. ആക്സിഡൻ്റ് അല്ല. അത് നോർമലി സാധാരണ ഡൽഹിയിൽ നിന്ന് വരുന്ന വാഹനങ്ങളുടെ ഡാമേജ് വരുന്ന പോലെ വന്ന ഡാമേജാണ്. കല്ല് കൊണ്ടോ അല്ലെങ്കിൽ എന്തോ കാരണം കൊണ്ട് മാറിയതാണ്. അല്ല ആക്സിഡൻ്റ് ആണെന്നുണ്ടെങ്കിൽ ഈ ഭാഗത്തൊക്കെ ഡാമേജ് ഉണ്ടാവും. ഇതൊന്നുമില്ല, ആക്സിഡൻ്റ് അല്ല. അപ്പോൾ അത്രയും ക്ലിയർ കണ്ടീഷനുള്ള വാഹനമാണ്. അപ്പോൾ ഓഡി A4ൻ്റെ ഒരു ഇൻസൈഡ് ആണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഒറിജിനൽ ലെതർ കോട്ട്, വണ്ടി വരുന്ന സമയത്തുള്ള സെയിം ലെതർ കോട്ട് സീറ്റാണ്. സീറ്റ് കവർ മാറിയിട്ടില്ല. അതുപോലെ തന്നെ ഇതിൻ്റെ സ്റ്റിയറിംഗ് ആണെന്നുണ്ടെങ്കിലും ഇതിന് കാര്യമായിട്ട് ഡാമേജുകൾ ഒന്നും വന്നിട്ടില്ല. വെറും 84,000 കിലോമീറ്ററാണ് ഈ ഒരു വാഹനം റൺ ചെയ്തിട്ടുള്ളത്. ഡാഷ്ബോർഡിലേക്ക് വരികയാണെന്നുണ്ടെങ്കിലും സ്ക്രാച്ചോ ഡാമേജോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇത് സാധാ ഓട്ടോമാറ്റിക് ഗിയർ വരുന്ന സെയിം സിസ്റ്റമാണ്. ഇവിടെ ഒരു പ്രസ്സിംഗ് ഉണ്ട്. പ്രസ് ചെയ്തിട്ടാണ് നമുക്ക് പാർക്കിങ്ങിലേക്ക് ഇടാൻ പറ്റുള്ളൂ. ബാക്കിയുള്ള ഗിയറിനൊന്നും നമുക്ക് പ്രസ് ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ മേലോട്ട് പോകുമ്പോഴും റിവേഴ്സിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ പ്രസ് ചെയ്തിട്ട് കയറണം. ഇത് ഇവിടെ വരുന്ന ഈ ഒരു ഹാൻഡ് ബ്രേക്ക്, ഇതിന് ഓട്ടോമാറ്റിക് ഹാൻഡ് ബ്രേക്ക് ആണ് വരുന്നത്. ഇത് പ്രസ് മേലോട്ട് വലിച്ചു കഴിഞ്ഞാൽ ഹാൻഡ് ബ്രേക്ക് ലോക്കാവും, താഴേക്ക് അടിച്ചു കഴിഞ്ഞാൽ ഹാൻഡ് ബ്രേക്ക് റിലീസാവും. പിന്നെ ഇവിടെ വരുന്ന ഈ ഒരു P എന്ന് വരുന്ന ഒരു ഓപ്ഷൻ നമുക്ക് ഈ ഒരു പാർക്കിങ്ങിന് വേണ്ടിയിട്ട് ഇവിടെ നമുക്ക് സെൻസറിൽ ഈ ഒരു സ്ക്രീനിൽ നമുക്ക് 3Dയിൽ നമുക്ക് വിഷ്വൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു P വരുന്നത്. ഈ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ അത് അവിടുന്ന് വിഷ്വൽ ഔട്ടാവും. ഈ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അത് വരും. അത് പാർക്കിങ്ങിന് വേണ്ടിയിട്ടുള്ളതാണ്. അതുപോലെ ഇവിടെ ഓഫ് എന്ന് പറഞ്ഞിട്ട് ഒരു ചിഹ്നം കാണാം. വണ്ടി സ്കിഡ് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഉള്ളൊരു ഫംഗ്ഷനാണ്. അതുപോലെ തന്നെ ഇവിടെ ഈ ഒരു പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിൽ സൺലൈറ്റ് അടിക്കുന്നതിന് നമുക്ക് വരുന്ന ഒരു കവറിങ് ആണ്. ഈ ഒരു ഇത് അടിച്ചു കഴിഞ്ഞാൽ അത് പോകും. അതുപോലെ തന്നെ അത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്ക് ഇങ്ങോട്ട് വരും ചെയ്യും. അത് നമുക്ക് അവിടെ ഇരുന്ന് തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇതിൻ്റെ ഒരു സുഖം. അതുപോലെ തന്നെ ഈ റൂഫിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ റൂഫിൻ്റെ ഒക്കെ ഫിനിഷിങ് വൈറ്റ് ഒരു കളറാണ് വരുന്നത്. ഈ ഒരു കളറ് നല്ല അടിപൊളി ഒരു കളറാണ് ഇതിൻ്റെ റൂഫ് വരുന്നത്. ഡാമേജോ കാര്യങ്ങളോ ചളിയോ വൃത്തിക്കേടായിട്ടോ ഒന്നുമില്ല, നല്ല വൃത്തിയുണ്ട്. സൺറൂഫ് വർക്കിംഗ് ആണ്, ഒരു പ്രശ്നമില്ല. ഫുൾ ഫങ്ഷൻ വർക്കിംഗ് ആണ്. ഫുള്ളായിട്ട് ബാക്കിലേക്ക് പോകുന്നുണ്ട്. അതുപോലെ നമുക്ക് വേണ്ടത്ര നമുക്ക് എന്ത് ചെയ്യാം, കൺട്രോളിൽ നിർത്താൻ പറ്റും. അതാണ് ഇതിൻ്റെ വരുന്നത്. പിന്നെ വാഹനത്തിൻ്റെ ഡോർ പാഡ് ആണെന്നുണ്ടെങ്കിൽ ഇത് ഈ ഒരു ഫംഗ്ഷൻ എന്തെങ്കിലും ഇലക്ട്രിക്കൽ ഫങ്ഷൻസ് വർക്ക് ചെയ്യാത്തുണ്ടോയെന്ന് ചോദിച്ചാൽ നമുക്ക് ഒരു ഗ്ലാസിൻ്റെ ഡ്രൈവർ സൈഡിൽ നമുക്ക് കൺട്രോളിങ് വർക്ക് ചെയ്യുന്നില്ല. അങ്ങേ സൈഡിൽ നമുക്ക് ലെഫ്റ്റ് സൈഡ് നമുക്ക് വർക്കിംഗ് ആണ്. ഇവിടെ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ വന്നിട്ട് ഗ്ലാസ് കൺട്രോൾ, മിറർ കൺട്രോൾ ചെയ്യുന്നതിൻ്റെ എന്തോ ചെറിയ ഫംഗ്ഷൻ വർക്കിങ്ങിന് എന്തോ ചെറിയൊരു പ്രോബ്ലംസ് ഉണ്ട്. ബാക്കിയുള്ള എല്ലാ ഫംഗ്ഷനും ഇതിൽ വർക്കിംഗ് ആണ്. വേറെ ഒരു ഫംഗ്ഷനും വ്യത്യാസമൊന്നുമില്ല. പിന്നെ ഈ ഒരു പ്രീമിയം വെഹിക്കിൾസിൻ്റെ ഒക്കെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് ഇലക്ട്രിക്കൽ ഫംഗ്ഷൻ ഡാമേജ് ഉണ്ടെങ്കിലും, എന്ത് മെക്കാനിക്കൽ ഫംഗ്ഷൻ ഡാമേജ് ഉണ്ടെങ്കിലും നമുക്ക് ഇവിടെ സ്ക്രീനിൽ കാണാൻ കഴിയും. ഇത് നമുക്ക് മറ്റുള്ള വാഹനങ്ങളിൽ നിന്ന് സ്കാൻ ചെയ്ത് ഒഴിവാക്കിയാൽ ഒഴിവാകുന്നത് പോലെ ഒഴിവാകില്ല. അത് താൽക്കാലികം ഒഴിവാക്കി കഴിഞ്ഞാൽ ഒരു അരമണിക്കൂറിൻ്റെ ഉള്ളിൽ ആ പ്രശ്നം സോൾവ് ആയിട്ടില്ലെങ്കിൽ എന്തായാലും അത് രണ്ടാമതും സ്ക്രീനിലേക്ക് വരും. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിൻ്റെ ഒരു ഫങ്ഷൻസ് എന്തെങ്കിലും വർക്ക് ചെയ്യാത്തത് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് മറച്ചു വെച്ചിട്ട് കസ്റ്റമർ വിൽക്കാൻ ആർക്കും സാധിക്കില്ല. എനിക്കിതല്ല, ഒരു കച്ചവടക്കാർക്കും കഴിയില്ല. പിന്നെ അത്രയും വലിയ വളവന്മാരാണെന്നുണ്ടെങ്കിൽ മാത്രം വേറെ എന്തെങ്കിലും ട്രിക്കുകൾ ഉണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ മനസ്സിലാക്കി കൊടുത്തോളം നമുക്ക് ആ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാതെ ഇതൊന്നും പോകില്ല എന്നുള്ളതാണ് മനസ്സിലാവുന്നത്. അപ്പോൾ ഈ ഒരു വാഹനത്തിന് നമ്മൾ ആസ്ക് ചെയ്യുന്നത് വെറും നമ്പറായ ഒരു വാഹനത്തിന് നമ്മൾ വെറും 11,80,000 രൂപയാണ്. 2014 ഓഡി A4 S-Line വാഹനമാണ്. അപ്പോൾ താല്പര്യമുള്ള ആളുകൾ താഴെ കാണുന്ന നമ്പർ നമ്മൾ ബന്ധപ്പെടുക. 2013 മോഡല് ബെൻസിൻ്റെ E250 UK രജിസ്ട്രേഷനുള്ള വാഹനം, വെറും 80,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള സെക്കൻഡ് ആർസിയോണിൽ നിൽക്കുന്ന ഒരു വാഹനമാണ്. ഈ ഒരു വാഹനത്തിന് യാതൊരുവിധ അപാകതയോ ആക്സിഡൻറ്റ് ഡീറ്റെയിൽസോ ഇല്ല. ഹിസ്റ്ററി അവൈലബിൾ ആണ് വാഹനത്തിന്. അതുപോലെ തന്നെ ഒരു റീപ്ലേസ്മെൻറ്റ് പോലും ഇല്ല. ഇതിൻ്റെ ടയറിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ എബോ 80% ടയർ ഇനിയും ബാലൻസ് ഉണ്ട്.
ഇൻഷുറൻസ് നമുക്ക് പുതിയൊരു ഇൻഷുറൻസ് എടുക്കേണ്ടതുണ്ട്. ചുരുക്കി പറഞ്ഞാൽ എന്തുകൊണ്ടും ഒരു സ്റ്റാർട്ടപ്പ് ഒരു പ്രീമിയം വാഹനം ആഗ്രഹിക്കുന്ന ആളുകൾക്ക് സ്റ്റാർട്ടിങ്ങിൽ സെലക്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു കിഡിലിന് വാഹനമാണ് മെഴ്സിഡസ് ബെൻസിൻ്റെ E250. ഇത് ഇൻറ്റീരിയർ ആണെങ്കിലും എക്സ്റ്റീരിയർ ആണെങ്കിലും ഇതിൻ്റെ മെക്കാനിക്കൽ ആണെങ്കിലും ഇലക്ട്രിക്കൽ ആണെങ്കിലും 100% പെർഫെക്റ്റ്ലി ഓക്കെ എന്ന് തന്നെ പറയാം. ഒരു മേജർ അപാകത എന്ന് പറയാൻ ഈ ഒരു വാഹനത്തിന് ഒന്നുമില്ല. ഈ ഒരു വാഹനത്തിൻ്റെ പ്രൈസ് ഡീറ്റെയിൽസ് നമുക്കിതാ ഇതിൻ്റെ ഇൻറ്റീരിയർ കാണുന്നതോടുകൂടി ഇതിൻ്റെ പ്രൈസ് ഡീറ്റെയിൽസും കൂടി നമുക്ക് അനൗൺസ് ചെയ്യാം. ഒരു വാഹനത്തിന് ഇൻസൈഡിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മളിതിൻ്റെ ഡാഷ്ബോർഡ് ആണെന്നുണ്ടെങ്കിൽ ബ്ലാക്ക്, അതുപോലെ തന്നെ ഒരു വുഡൻ കളറ് ഇൻറ്റീരിയർ ആണ് ഇതിന് കൊടുത്തിട്ടുള്ളത്. സീറ്റ് ആണെങ്കിലോ ഇതിൻ്റെ ഒരു ഡാഷ്ബോർഡിലാണെങ്കിലും ഒരു സ്ക്രാച്ച് പോലും നമുക്ക് കാണാനില്ല എന്നുള്ളതാണ്. പിന്നെ ഈ ഒരു ഭാഗത്തേക്ക് വരികയാണെന്നുണ്ടെങ്കിലും ഇതിൻ്റെ ഒരു ഫിനിഷിങ് നമ്മൾ ആ ഒരു പുതിയ വാഹനത്തിന് വരുന്ന അതേ ഫിനിഷിങ് തന്നെ വണ്ടി ഇപ്പോഴും ഇതിൻ്റെ ഒരു കണ്ടീഷൻ നിൽക്കുന്നുണ്ട്. ഇവിടെ ചെറിയൊരു ബോക്സ് ഉണ്ട്, നമുക്കറിയാം ഈ വാഹനം അറിയുന്ന ആളുകൾക്കറിയാം. ഇപ്പോൾ ചെറിയ സാധനങ്ങൾ മെറ്റീരിയൽസൊക്കെ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സൂക്ഷിക്കാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ നമ്മുടെ ഫോണ് സാധനങ്ങളൊക്കെ ഇവിടെ ഹോൾഡ് ചെയ്ത് വെക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇവിടെ ഒരു ഹാഷ് ട്രേ ഉണ്ട്. നമുക്ക് വണ്ടി പിന്നെ ചാർജിങ് പോർട്ടൊക്കെ ഇവിടെയാണ് വരുന്നത്. ഈ ഒരു ഭാഗത്തേക്ക് നമ്മുടെ ഇതിൻ്റെ സൗണ്ട് സിസ്റ്റം കാര്യങ്ങൾ AC കൺട്രോളിങ് കാര്യങ്ങളൊക്കെ ഇവിടെയാണ് വരുന്നത്. ഗിയർ വരുന്നത് നമുക്കറിയാമല്ലോ, ഇതോടെ സ്റ്റാരിങ്ങിന് ചെറിയ ഹാൻഡ് ഗിയർ ആണ് ഇത് വരുന്നത്. പിന്നെ ഇതിൻ്റെ സ്റ്റാരിങ്ങിൻ്റെ ഒരു പിന്നെ ഇതൊന്നും ഒരു എന്താ പറയുക ഒരു ഡാമേജും വന്നിട്ടില്ല എന്നുള്ളതാണ്. പിന്നെ ഈ ഒരു വാഹനത്തിന് സൺറൂഫ് പാനോറമിക് അല്ല, ഇത് 2014 മുതലാണ് പാനോറമിക് സൺറൂഫ് വരുന്നത്. സാധാ സൺറൂഫാണ്. സൺറൂഫൊക്കെ പെർഫെക്റ്റ്ലി ഓക്കെയാണ്, വർക്കിംഗ് കണ്ടീഷനും കാര്യങ്ങളൊക്കെ. അതുപോലെ തന്നെ ഇതിൻ്റെ സിഗ്നൽ കാര്യങ്ങളൊന്നും ലൈറ്റ് കാര്യങ്ങളൊന്നും കത്തിക്കുന്നില്ല. ഇതിൻ്റെ റൈറ്റ് ബ്രേക്ക് ലാമ്പിൻ്റെ ഒരു കോർണർ സൈഡ് മാത്രം ചെറിയ ഫംഗ്ഷനില്ല, ഡിസ്ഫങ്ഷനാണ്. അതുപോലെ തന്നെ ഈ ഒരു വാഹനത്തിൽ നമുക്ക് ഇവിടെ നിങ്ങൾക്ക് പറയാനുള്ള ഒരു ചെറിയൊരു ഫോൾട്ട് എന്ന് പറയാൻ പറ്റില്ല ഇതിൻ്റെ ഒറിജിനൽ ഗ്ലാസ് ആണ്, മെയിൻ ഗ്ലാസ്. ചെറിയ സ്ക്രാച്ച് വീണിട്ടുണ്ട്, പക്ഷേ വെള്ളം ലീക്കാവേ കാര്യങ്ങളൊന്നുമില്ല. അതുകൊണ്ട് ഞാൻ മാറ്റാതെ ഇട്ടതാണ്. കാരണം ഇത് മാറിക്കഴിഞ്ഞാൽ റീപ്ലേസ്മെൻ്റ് ആയി, അതുകൊണ്ട് തന്നെയാണ് ഞാനിത് മാറ്റാതെ ഇട്ടിരിക്കുന്നത്. ബാക്കിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ ബാക്കിലിതാ സീറ്റ് കാറും കാര്യങ്ങളൊന്നും ഒരു ഡാമേജും വന്നിട്ടില്ല. പക്കാ പെർഫെക്ഷനിൽ തന്നെയാണ് മൊത്തം വാഹനം നിൽക്കുന്നത്. ഇൻറ്റീരിയറൊക്കെ നോക്കുക, റൂഫൊക്കെ നോക്കുകയെന്നുണ്ടെങ്കിൽ പുതിയ വാഹനം നിൽക്കുന്ന അതേ കണ്ടീഷനുണ്ട്. അതായത് ഒരു റഫ് യൂസ് വാഹനം ചെയ്തിട്ടില്ല എന്ന് നമുക്ക് ഈ ഒരു വാഹനത്തിൻ്റെ ഉള്ളിൽ കയറിയാൽ മനസ്സിലാവും. ഇത്രയും കണ്ടീഷനാണ് വാഹനത്തിൻ്റെ ഇൻസൈഡ്. അതിൻ്റെ പിന്നെ എൻജിൻ റൂമൊക്കെ പക്കാ ആ ഒരു ഫിനിഷിംഗ് ഉണ്ടല്ലോ, നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. അപ്പോൾ ഏതായാലും ഈ ഒരു വാഹനം വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് നമ്മളിതൊരു കിഡിലൻ ഓഫറാണ് വെച്ചിട്ടുള്ളത്. വെറും 11 ലക്ഷം രൂപയാണ് നമ്മൾ ഈ ഒരു വാഹനത്തിന് ആസ്ക് ചെയ്യുന്നത്. എവിടെയും കിട്ടില്ല. 2013 മോഡൽ E250 ഈ ഒരു റേറ്റിൽ ഇത്രയും ക്ലിയർ കണ്ടീഷനുള്ളൊരു വാഹനം. അപ്പോൾ നിങ്ങൾ ആവശ്യമുള്ളവർ എന്ത് ചെയ്യുക, നമ്മൾ താഴെ കാണുന്ന നമ്പറിൽ വിളിച്ചോളി. പെട്ടെന്ന് ഒരു പരിമിത സമയത്തേക്കുള്ള ഓഫറാണ്. അപ്പോൾ നമുക്ക് അടുത്ത വണ്ടി നോക്കാം. ഈ ഒരു വാഹനം 2017 മാനുഫാക്ചറിങ് 18 രജിസ്ട്രേഷനിലുള്ള ഡൽഹി രജിസ്ട്രേഷനിലുള്ള ഒരു വാഹനമാണ്. ടാക്സി പെർമിറ്റിലാണ് ഡൽഹിയിൽ നിൽക്കുന്നത്. സിംഗിൾ RC ഓണറാണ്. 1,47,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഈ ഒരു വാഹനം പിന്നെ നമുക്ക് ഈ അപാകതകൾ എന്ന് പറയാനല്ല, ചെറിയൊരു ഇവിടെ ഈ ഒരു പേസ്റ്റ് ഇവിടെ ചെറിയൊരു ഭാഗത്തിൻ്റെ പോർഷൻ പേസ്റ്റ് ഇളകിയിട്ടുണ്ട് ഈ ഒരു വാഹനത്തിൻ്റെ. അതായത് ചെറിയൊരു തട്ട് വാഹനത്തിന് ഉണ്ടെന്ന് ചുരുക്കം, ചെറിയ തട്ട്, അത് മേജർ അല്ല. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ വാഹനം എടുത്തിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ മെയിൻ ഗ്ലാസ് റീപ്ലേസ് ആണ്. പിന്നെ കാര്യമായിട്ടുള്ള അപാകതകളൊന്നുമില്ല. നമുക്ക് പറയുന്ന വാഹനങ്ങളുടെ ഡീറ്റെയിൽസ് പറയുമ്പോൾ എപ്പോഴും പറയുന്നതാണ്, മെയിൻ ഗ്ലാസ് റീപ്ലേസ്മെൻറ്റ് ഡൽഹി വണ്ടികൾക്ക് ഒരു പ്രയാസമുള്ള കാര്യമില്ല. അപ്ഡൗണോ കാര്യങ്ങൾക്കൊന്നും ഒരു ഡാമേജും പറ്റിയിട്ടില്ല. ഇതിൻ്റെ ഹെഡ്ലൈറ്റ് വരെ മാറിയിട്ടില്ല. അപ്പോൾ ചെറിയൊരു തട്ടാണ് തട്ടിയിട്ടുള്ളത്. ഇവിടെ ചെറിയൊരു ഡാമേജ്, ഇത്രയും പോർഷൻസ് ഉള്ള ഒരു പേസ്റ്റ് ഇവിടെ പോയിട്ടുണ്ട്. ഈ ഒരു വാഹനത്തിൽ നമ്മൾ ആസ്ക് ചെയ്യുന്നത് NOCയിൽ 12 ലക്ഷം രൂപയാണ്. ഓഫർ പ്രൈസാണ്. 12 ലക്ഷം രൂപയ്ക്ക് നമുക്ക് ഈ ഒരു വാഹനം കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മളെടുത്തുനിന്ന് വാഹനം എടുത്തിട്ടുള്ള ഒരുപാട് കസ്റ്റമേഴ്സ് ചോദിക്കുന്നത് അതുപോലുള്ള വാഹനങ്ങൾ ഇനിയുണ്ടോ? ഇന്നോവ കൊടുത്ത ആളുകളെ കുറിച്ചാണ് പറഞ്ഞത്. 2012, 2013 ഇന്നോവ കൊടുത്ത അവർ കസ്റ്റമേഴ്സിന്റെ ഒരു റിക്വസ്റ്റ് ആണ്, അതുപോലുള്ള വാഹനങ്ങൾ കിട്ടും. ഇത് നല്ല ക്വാളിറ്റി ഉള്ള ഒരു ഹൈ ക്വാളിറ്റി ഉള്ള ഇന്നോവ 2015 V ഓപ്ഷനിലുള്ള ഡൽഹി രജിസ്ട്രേഷനിൽ NOC എടുത്തിട്ടുള്ള വാഹനമാണ്. ഈ ഒരു വാഹനത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആകെ 1,10,000 കിലോമീറ്റർ ആണ് റൺ ചെയ്തിട്ടുള്ളത്. ഹിസ്റ്ററി റെഡി ആയിട്ടുള്ള ഒരു വാഹനമാണ്, ഫുൾ ഹിസ്റ്ററി ഉള്ള വാഹനമാണ്. അലോയ്വീലുണ്ട്. ഇത് വീല് അലോയ്വീൽ വരും. നമുക്കറിയാം ഈ ഒരു വാഹനത്തിന് ഇന്റീരിയറിന്റെ ക്വാളിറ്റി കണ്ടാൽ നമുക്ക് മനസ്സിലാവും ഏകദേശം ഈ ഒരു വാഹനത്തിന്റെ ജെനുവിനിറ്റി എത്രത്തോളം. അതുപോലെ നമ്മൾ എഞ്ചിൻ റൂം ചെക്ക് ചെയ്യുമ്പോൾ ഇതിന്റെ ഈ ഒരു വാഹനത്തിന്റെ ക്വാളിറ്റി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇത് ഞാനിവിടെ കൊണ്ടുവന്നതിന് ശേഷം ഒന്ന് ടച്ച് പോളിഷ് ചെയ്തു, അല്ലാതെ വേറൊരു പിന്നെ വർക്കും ഇതുമേൽ എടുത്തിട്ടില്ല. അതുപോലെ തന്നെ
മെയിൻ ഗ്ലാസ് പോലും റീപ്ലേസ് ആവാത്തൊരു വാഹനമാണ്. ഈ ഒരു വാഹനത്തിനും നമ്മൾ പറഞ്ഞ പോലെ ക്വാളിറ്റി വാഹനങ്ങൾ ആഗ്രഹിക്കുന്ന ഒരാളാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ ഇന്നോവ 2015 വെറും 1,10,000 കിലോമീറ്ററോടെ സിംഗിൾ RC ഓണറിൽ നിൽക്കുന്ന ഡൽഹി രജിസ്ട്രേഷൻ വാഹനത്തിൽ യാതൊരു റീപ്ലേസ്മെന്റും ഇല്ല, ആക്സിഡന്റ് ഇല്ല, ഒരു കംപ്ലൈന്റും ഇല്ലാത്ത അടിപൊളി ക്ലിയർ വാഹനം. പുതിയ ടയറാണ്, അതുപോലെ തന്നെ ഇൻഷുറൻസ് ഉണ്ട്, ഇൻഷുറൻസ് വാലിഡ് ആണ്. എല്ലാം കൊണ്ടും മികച്ചൊരു വാഹനം എന്ന് പറയാൻ പറ്റില്ല ഇന്നോവയാണ് ഈ ഒരു വാഹനം. അപ്പൊ നമുക്കറിയാം ഇന്നോവ ഹൈക്രോസ് ഇറങ്ങി, എന്നിട്ടും ഡിമാൻഡിൽ നിൽക്കുന്ന ഒരു വാഹനമാണ് ഇന്നോവ ക്രിസ്റ്റ. ഇന്നോവ ക്രിസ്റ്റന്റെ ഡ്രൈവിംഗ് കംഫോർട്ടും യാത്രാ കംഫോർട്ടും തന്നെയാണ് അതിനുള്ള കാരണം. ഈ ഒരു വാഹനം ഡൽഹി രജിസ്ട്രേഷനിലുള്ള ഒരു ടാക്സി പെർമിറ്റ് ഉള്ള വാഹനമാണ്. ഇത് NOC അപ്ലൈ ചെയ്തിട്ടുണ്ട്, NOC എത്തിയിട്ടില്ല. ഈ ഒരു വാഹനത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആകെ 1,10,000 കിലോമീറ്റർ ഇത് റൺ ചെയ്തിട്ടുള്ളൂ. കാരണം എന്താ വെച്ചാൽ 2019 ഇത് 2018 മോഡൽ വാഹനമാണ്. 2019 എന്തായി, കൊറോണ വന്നു, ലോക്ക്ഡൌൺ ആയി. അതിനുശേഷം പിന്നെ 2022 ശേഷമാണ് അവിടെ വാഹനങ്ങളൊക്കെ കാര്യമായിട്ട് റൺ ചെയ്ത് തുടങ്ങിയിട്ടുള്ളത്. പിന്നെ ഈ ഒരു ടാക്സി പെർമിറ്റ് എന്ന് പറയുമ്പോൾ ഡൽഹി ടാക്സി പെർമിറ്റിനെ കുറിച്ച് കൂടുതൽ ആൾക്കാർക്കും ഡൗട്ട് ഉണ്ട്, ഒരുപാട് സംശയങ്ങളുണ്ട്. കൂടുതൽ ഓടിയിട്ടുണ്ടാവും, വണ്ടി ആകെ കുഞ്ചിറങ്ങിയിട്ടുണ്ടാവും, മോശമായിട്ടുണ്ടാവും എന്നുള്ള അഭിപ്രായങ്ങളുണ്ട്. അപ്പോൾ ഇതെന്താ വെച്ചാൽ ഈ ഒരു വാഹനത്തിനെ പറയുന്നത് വെച്ചാൽ ഇത് കമ്പനികൾക്ക് അവിടെ ഒരു എഗ്രിമെന്റിൽ 5 വർഷത്തെ എഗ്രിമെന്റിലുണ്ട്, ഒരു പിന്നെ ടേംസ് ആൻഡ് കണ്ടീഷനിൽ ഓടുന്ന വാഹനങ്ങളുണ്ട്. ഒരുപാട് കമ്പനികളുണ്ട് അങ്ങനത്തെ. ഓരോ കമ്പനി തന്നെ 100ഓളം വാഹനങ്ങളുണ്ടാവും. അത് ബോംബെയിലൊക്കെ ഉണ്ട് അതുപോലുള്ള സിസ്റ്റംസ്. അപ്പൊ അങ്ങനെ ഓടാൻ വേണ്ടിയിട്ട് 5 വർഷത്തെ കണ്ടീഷനിൽ കരാറ് കഴിഞ്ഞിട്ടുള്ള ഒരു വാഹനമാണ്. അതുകൊണ്ടാണ് ഈ ഒരു ലോ കിലോമീറ്ററിൽ നമുക്ക് കിട്ടുന്നത്. ഇനി ഒരു വാഹനത്തിന്റെ പ്രത്യേകത പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വാഹനത്തിനും ഒരു റീപ്ലേസ്മെന്റും ഇല്ല, മെയിൻ ഗ്ലാസ് പോലും റീപ്ലേസ് ആയിട്ടില്ല. പിന്നെ ഇന്റീരിയർ എക്സ്റ്റീരിയർ ഒക്കെ ഹൈ ക്വാളിറ്റിയാണ്. ഇത് G4 വാഹനമാണ്, പക്ഷെ ഇതിന്റെ സ്റ്റാരിംഗിൽ ബട്ടൺസും അതുപോലെ തന്നെ LCD വാഹനത്തിൽ എക്സ്ട്രാ ഫിറ്റിംഗ്സ് ഉണ്ട്. ഇതിന്റെ എഞ്ചിൻ റൂമിലേക്ക് വരികയാണെങ്കിലും ഇതിന്റെയും മെയിൻ ഹെഡ്ലൈറ്റോ കാര്യങ്ങളോ മാറിയിട്ടില്ല, നോ റീപ്ലേസ്മെന്റ് ഞാൻ നേരത്തെ പറഞ്ഞു. ഉള്ളില് ഒരു ഡാമേജ് ഇല്ല, ഒരു പേസ്റ്റ് ഇളകിയിട്ട് ഒന്നുമില്ല. അപ്പോൾ ഈ ഒരു വാഹനത്തിന് നമ്മൾ ആസ്ക് ചെയ്യുന്ന പ്രൈസ്, ഇതിന്റെ ടച്ച് പോളിഷിങ് കഴിഞ്ഞിട്ടില്ല, വന്ന അതേ കണ്ടീഷനിൽ വണ്ടി നിൽക്കുകയാണ്. ജസ്റ്റ് ഒരു വാട്ടർ വാഷ് മാത്രമേ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഇതുവരെ നമ്മൾ പരിചയപ്പെടുത്തിയത് ഡൽഹി രജിസ്ട്രേഷനിലുള്ള വാഹനമാണെങ്കിൽ ഇനി നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒറിജിനൽ കേരള രജിസ്ട്രേഷനുള്ള ഒരു വാഹനമാണ്. ഓട്ടോമാറ്റിക് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഇതൊക്കെ 3 മാനുവൽ ട്രാൻസ്മിഷനാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊരു ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനിൽ വരുന്ന ഒരു വാഹനമാണ്. കണ്ണൂർ രജിസ്ട്രേഷനിലാണ് ഈ ഒരു വാഹനം രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. സെക്കൻഡ് RC ഓണറിലാണ് നിൽക്കുന്നത്. 1,47,000 കിലോമീറ്ററിൽ ഉള്ള G4 ആണ്. ഇന്നോവ ക്രിസ്റ്റ G4 ഓട്ടോമാറ്റിക് ആണ്. അപ്പോൾ ഈ ഒരു വാഹനം 2016 രജിസ്ട്രേഷൻ ആണ് വരുന്നത്. ഈ ഒരു വാഹനത്തിൽ ഒരു അപാകതയില്ല, ഒരു റീപ്ലേസ്മെന്റ് ഇല്ല, കറക്റ്റ് റണ്ണിങ്, കറക്റ്റ് ഹിസ്റ്ററി ഉള്ള ഒരു വാഹനമാണ്. അപ്പോൾ ഈ ഒരു വാഹനം നമ്മൾ ഇതിന്റെ ഇൻസൈഡും ഔട്ട്സൈഡും ഒക്കെ ചെക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും ഈ ഒരു വാഹനം ഹൈ ക്വാളിറ്റിയിലാണ് നിൽക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇതിന്റെ എഞ്ചിൻ റൂം നമ്മൾ ചെക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ ഈ ഒരു ബട്ടി വരെ നമുക്കൊന്നും അയച്ചിട്ടില്ല എന്ന് മനസ്സിലാവും. എഞ്ചിൻ റൂം അത്രയും ക്ലിയർ, നീറ്റ് ആൻഡ് ക്ലിയർ ആയിട്ട് നിൽക്കുന്നുണ്ട്. വേസ്റ്റോ കാര്യങ്ങളോ ഇളകിയിട്ടില്ല. എന്താ പറയുക, ഈ ഒരു എഞ്ചിൻ റൂം കാണുമ്പോൾ തന്നെ ഈ ഒരു വണ്ടി എത്രത്തോളം നീറ്റിൽ കൊണ്ടുവന്നിട്ടുണ്ടെന്നുള്ള നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. കാര്യമായിട്ട് പോളിഷിങ് കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല വാഹനം, ഒന്ന് ജസ്റ്റ് വാഷ് ചെയ്തു അത്രേ ഉള്ളൂ. അപ്പോൾ നല്ലൊരു ക്വാളിറ്റി ഉള്ള വാഹനമാണ്. ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഈ ഒരു വാഹനം നമുക്കൊരു ഓഫർ റേറ്റിൽ കൊടുക്കാം. ഈ ഒരു കാണുന്ന ഇന്നോവ 2015 ഡൽഹി രജിസ്ട്രേഷൻ കേരളത്തിലേക്ക് നമ്പറായ വണ്ടി വെറും 9,98,000 രൂപക്കാണ് കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു വാഹനം 2018 മോഡല് ക്രിസ്റ്റ ഗ്രേ കളറ്, കുറഞ്ഞ കിലോമീറ്റർ ഓടിയിട്ടുള്ള ഡീറ്റെയിൽസ് ഒക്കെ കണ്ടിട്ടുണ്ടാവും. ഈ ഒരു വാഹനം നമ്മൾ കൊടുക്കുന്നത് വെറും 12,60,000 രൂപക്കാണ്. അതുപോലെ ഈ ഒരു ക്രിസ്റ്റ 2018 ഡൽഹി രജിസ്ട്രേഷനിലുള്ള സിംഗിൾ RC ഓണറിലുള്ള വാഹനം തന്നെയാണ് ഇതും. ഇത് നമ്മൾ കൊടുക്കുന്നത് 12,75,000 രൂപക്കാണ്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മളിപ്പോൾ 4 വാഹനങ്ങളാണ് ചെയ്തത്. ഇനിയിപ്പോൾ 2014 ഒരു ഫോർച്യൂണർ വരുന്നുണ്ട്, 2017 ഒരു ക്രിസ്റ്റ വരുന്നുണ്ട്. ഇതിൻ്റെ ഒരു സിംഗിൾ വീഡിയോസ് നമ്മൾ എന്തായാലും യൂട്യൂബിലുണ്ടാവും. അതുപോലെ തന്നെ KNP മോട്ടോറിസം എന്ന് പറയുന്ന നമ്മളെ ഇൻസ്റ്റഗ്രാം പേജിലുണ്ടാവും, ഫേസ്ബുക്ക് പേജിലുണ്ടാവും. അപ്പോൾ ഇതിൻ്റെയൊക്കെ ലിങ്ക് നമ്മൾ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഇൻസ്റ്റഗ്രാം പേജ് ഫോളോ ചെയ്യാത്തവർ, നമ്മളെ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യാത്തവരൊക്കെ ജസ്റ്റ് ഒന്ന് കയറിയിട്ട് ഫോളോ ചെയ്തിട്ടാൽ പുതിയ പുതിയ വാഹനങ്ങളുടെ അപ്ഡേഷനും കാര്യങ്ങളൊക്കെ അതിലൊക്കെ പെട്ടെന്ന് വരിക. അപ്പോൾ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും നിങ്ങൾക്ക് അറിയേണ്ട വാഹനം എടുക്കുമ്പോഴോ
അല്ലെങ്കിൽ നമ്മൾ അതർ സ്റ്റേറ്റിൽ നിന്നൊക്കെ വാഹനം കൊണ്ടുവരുമ്പോഴൊക്കെ എന്തെങ്കിലും കാര്യങ്ങൾ അറിയേണ്ടതുണ്ടെങ്കിൽ ജസ്റ്റ് കമന്റിൽ ചോദിക്കുക. നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ അതിന് ആൻസർ തരുന്നതായിരിക്കും. എന്തായാലും വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാണ്. വീഡിയോ നിങ്ങൾ മാക്സിമം വാഹന പ്രേമികളിലേക്ക് ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റ് ചെയ്യുക. ശുഭദിനം. താങ്ക് യു ഫോർ വാച്ചിങ്.